ഒരുപാട് പ്രാവശ്യം ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന UGC ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഏരിയ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പതേർ പാഞ്ചാലി റെഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 2 ക്വസ്റ്റ്യൻ ആണ് മിനിമം എല്ലാ പേപ്പറുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളത്. 3 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച ഷിഫ്റ്റ് ഉണ്ടെന്നാണ്. അതിൽ മജോറിറ്റി ഷിഫ്റ്റിലും മെൻഷൻ ചെയ്ത ഒരു ഏരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ് പതേർ പാഞ്ചാലി എന്നുള്ളത്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ്, ക്ലാസിക് റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് പരിഗണിക്കുന്ന മൂവിയാണ് ഇതേത് പതേർ പാഞ്ചാലി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പിന്നീട് റീസെന്റ് ആയിട്ട് ഇപ്പൊ നടന്നിരിക്കുന്ന എല്ലാ ഷിഫ്റ്റുകളിലും മെൻഷനിങ് ഉണ്ടായിരുന്ന മൂവിയുടെ പേര് ഞാൻ പറയുന്നത് 1975 ഏത് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ കൾട്ട് ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഷോളിംഗ്. ചോദിക്കാനുള്ള ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, 75 മൂവി റിലീസ് ആവുന്നത്. ഓക്കെ, 2000 ആകുമ്പോൾ 25 ഇയേഴ്സ് ആയി, 2025 50 ഇയേഴ്സ് ആയി. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇന്ത്യയുടെ ആദ്യത്തെ കൾട്ട് ക്ലാസിക് ബ്ലോക്ക് ബസ്റ്ററിന് 50 ഇയേഴ്സ് വന്നിരിക്കുന്നു എന്നൊരു ബേസിലായിരിക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ക്രോണോളജിയിലും മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഇയർ അവിടെ വന്നിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളാം. ജനറൽ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഫിലിം ബേസ്ഡ് ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച ടൈമുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇന്നിപ്പം നമുക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന കൊമേഴ്സ് ബാച്ച് സ്റ്റുഡൻസ് ഒരുപാട് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അവർക്കടക്കം ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇന്നത്തെ സെഷനിൽ ഞാനത് പറഞ്ഞുതരാം. ബട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ റിവിഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കൈൻഡ് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ ഒരുപാട് നിങ്ങൾ കൺസേൺ ആവേണ്ട ഒരു തരത്തിൽപ്പെട്ട ആവശ്യകതയും നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 NDA ഒരു പുതിയ സിലബസുമായിട്ട് ആദ്യം വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു 1 to 2 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഒരു 2017 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഒരു സിലബസ് അപ്ഡേഷൻസിന്റെ ഹിന്റ് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന സിലബസിൽ പൂർണ്ണമായിട്ടും മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അവർ ചോദിച്ചു തുടങ്ങും. എന്നാൽ പൂർണ്ണമായിട്ടും സിലബസ് അവർ എന്ത് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു 2018 NDA വന്നതിന് ശേഷം അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാറ്റേണും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസും ഉണ്ട്. പക്ഷെ ആ സിലബസിനോട് വളരെ സിമിലർ ആയിട്ടുള്ള പല ടോപ്പിക്കുകളും അതിനോട് തൊട്ട് മുമ്പുള്ള ഒരു 1-2 ടേമുകൾ അവർ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു തുടങ്ങിയിരുന്നു. അപ്പം എന്റെ പോയിന്റ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പുതിയൊരു സിലബസ് അപ്ഡേഷന്റെ കാര്യം UGC കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയൊരു സിലബസ് അപ്ഡേഷന്റെ കാര്യം നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അതിന്റെ ഒരു ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സിലബസ് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ A to Z സിലബസ് അങ്ങ് മാറ്റുക എന്നുള്ളതല്ല. അതിപ്പോ ജനറൽ പേപ്പർ ആണെങ്കിലും ശരി, പേപ്പർ 2 ആണെങ്കിലും ശരി, മൊത്തത്തിലേക്ക് സിലബസ് മാറ്റുക എന്നൊരു പോയിന്റിലേക്ക് അല്ല അതോട് വരാൻ പോകുന്നത്. അപ്ഡേഷൻസ് ആണ് എന്നുള്ളതാണ്. നിലവിലെ ചില മേഖലകളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജനറൽ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ ബേസിക്കലി ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മേഖലകളിലും മാറ്റാൻ സാധിക്കില്ല. എന്നാൽ സിലബസിൽ ചില അഡീഷൻസ് അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഒരു മാക്സിമം ഒരു 20% അല്ലെങ്കിൽ 25% ഒക്കെ അപ്ഡേറ്റഡ് ഏരിയാസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ ഒരു പുതിയൊരു സിലബസ് വന്നു കഴിഞ്ഞാൽ പോലും. ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യത്തെ ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പൊ നമുക്കുണ്ടല്ലോ ഫിലിം ബേസ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് കയറി വരുന്നു. അതുപോലെ തന്നെ അൺഓർത്തഡോക്സ് ആയിട്ട് പല സമയങ്ങളിൽ ചോദിക്കാത്ത ചില ഏരിയകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസ് അപ്ഡേഷന്റെ ഹിന്റ് ആണ് നമുക്കവിടെ ബേസിക്കലി നമുക്കവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ എനിവേ ഞാൻ ഇന്നത്തെ സെഷനിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്ത എല്ലാ എക്സാംസിലും മിനിമം 2 ക്വസ്റ്റ്യൻസ് ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് 3 ക്വസ്റ്റ്യൻസും ചോദിച്ച ടേം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന ഓരോ ഷിഫ്റ്റുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റീസെന്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇന്നിപ്പം നമ്മളിപ്പോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന 27-ാം തീയതിയാണ്, 27th. ഓക്കെ, ഈ ഒരു സമയത്ത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന കൊമേഴ്സ് ബാച്ചിന്റെ എക്സാം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർക്കാണെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും നമുക്കും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ തരത്തിൽപ്പെട്ട ക്വസ്റ്റ്യൻസിന് വേണ്ടി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, അതാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ആ ഏരിയ ഇഗ്നോർ ചെയ്യേണ്ട, ഒരു വളരെ ബ്രീഫ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും കുറച്ച്
റീസെന്റ് ആയിട്ടുള്ള ഷിഫ്റ്റുകളിൽ അവർ ചോദിച്ച ക്വസ്റ്റിന്റെ ഒരു പാറ്റേണും ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു സെഷൻ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഒരു അപ്ഡേറ്റഡ് ഏരിയസിൽ ഞാൻ ക്ലാസ് തരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പൂർണ്ണമായിട്ടും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട നമ്മുടെ ഒറിജിനലായിട്ട് നിങ്ങൾ കവർ വെച്ചിട്ട് നിങ്ങളുടെ സിലബസ് പോർഷൻ ഉണ്ട്. 10 മൊഡ്യൂളും കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. റിസർച്ച്, ടീച്ചിങ്, കമ്മ്യൂണിക്കേഷൻ, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, കോംപ്രിഹെൻഷൻ, ഇതെല്ലാം ആ ബേസ് ലെവലിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് റിവിഷൻ നടത്തിയതിനു ശേഷം പോവാം. എന്നാൽ ഇങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റൻസ് അഡീഷണൽ ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് മേ ബി പുതിയ വരാൻ പോകുന്ന ഒരു സിലബസ് അപ്ഡേഷന്റെ ഹിന്റ് ആയിട്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ചില ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഫിലിം മേഖലയായിട്ട് ബന്ധപ്പെട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ എല്ലാ മൊഡ്യൂളും എല്ലാ ഷിഫ്റ്റുകളിലും ഇന്നിപ്പം കൺക്ലൂഡ് എക്സാം അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മൈൽ സ്റ്റോൺ ഫിലിംസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബേസിക്കലി അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നതാണ്. അപ്പൊ നമുക്ക് ഈ മേഖലയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു UPSC എക്സാംസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും സ്റ്റാൻഡേർഡ് ഫിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പണ്ട് മുതലാണ്. PSC എക്സാംസ് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം എക്സാംസിന്റെ നിലവാരത്തിനനുസരിച്ച് ഫിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പല ഫോർമാറ്റിൽ ചോദിക്കാറുണ്ട്. അത് UPSC-യിലും ഉണ്ട്, അതേപോലെ ഈ പറഞ്ഞ രീതിയിലേക്ക് PSC-ക്കും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. UGC-ക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഫോംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പൊ മേ ബി അത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്ത് വരുന്ന മൊഡ്യൂളിലേക്കുള്ള ആഡ് ഓൺ ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സിലബസ് അപ്ഡേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്റ് ആയിരിക്കും അതിലേക്ക് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു സിലബസിൽ ഒരു ചേഞ്ച് പൂർണ്ണമായിട്ടും ഇല്ല. പ്രയർ നോട്ടിഫിക്കേഷൻ ഇല്ലാതെ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. എന്നാൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഹിന്റ് പോലെ നമുക്ക് ഇന്ന മേഖലകളിലേക്ക് ഇനി അപ്ഡേഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നൊരു സിഗ്നൽ തരുന്നതിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2017 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 2018 സിലബസ് അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് ആ അപ്ഡേഷനിൽ അവർ ഹിന്റ് ചെയ്തിരുന്ന മിക്ക ഏരിയകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബേസിക്കലി അങ്ങനെ പതുക്കെ ചോദിച്ചിട്ടാണ് ഇമീഡിയറ്റ്ലി അവർ ഒറിജിനൽ നോട്ടിഫിക്കേഷനിലേക്കും ഡ്രാഫ്റ്റിലേക്കും പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ മേ ബി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അതൊന്നും മാത്രമല്ല, ഫിലിം ബേസ്ഡ് ക്വസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഒരു പെൻ പേപ്പർ കറക്റ്റ് ആയിട്ട് എടുത്തോളാം, നോട്ട് ചെയ്ത് വെച്ചോളാം. ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വളരെ കുറഞ്ഞ കാര്യങ്ങളായിട്ട് നമുക്കൊന്ന്, അതായത് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന്റെ ഏരിയകളും പാറ്റേൺ അനുസരിച്ച് ശേഷം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നോട്ട് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പൊക്കോളാം. ഏത് കുട്ടിക്കും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് കാണും. റെഡി അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് ഫിലിം ബേസ്ഡ് ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു പെൻ പേപ്പർ എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. പ്രത്യേകിച്ച് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഏരിയയ്ക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഓർക്കാൻ സാധിക്കും. വലിയ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ സ്റ്റാൻഡേർഡ് ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, ഹിയർ വി ഗോ. അപ്പൊ എക്സാം പെർസ്പെക്റ്റീവിൽ ഞാനിവിടെ പരിഗണിക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് ഷിഫ്റ്റുകൾ ചോദിച്ചിരിക്കുന്ന ഒരു ട്രെൻഡും പാറ്റേണും അനുസരിച്ച് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മൈൽ സ്റ്റോൺസിലാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ചില മൈൽ സ്റ്റോൺസ് ഉണ്ട്. ആ മൈൽ സ്റ്റോൺസിനെ ബേസ് ചെയ്തുള്ള ഇയർ ബേസ്ഡ് ക്രോണോളജിക്കൽ ഓർഡർ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഗ്ലോബൽ റെക്കഗ്നേഷനെ ബേസ് ചെയ്തതിനു ശേഷം, തീം ബേസ് ചെയ്തതിനു ശേഷം, അതുപോലെ തന്നെ അത് ടെക്നോളജി യൂസ് ചെയ്തതിനെ ബേസ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ അവിടെ എന്ത് കണ്ടുവരുന്നത്, ക്വസ്റ്റൻസ് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന എക്സാംസിൽ കണ്ടുവരുന്നതാണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മേജർ മൈൽ സ്റ്റോൺസ് ഫിലിംസ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോട്ട് ചെയ്തോളുക. ഒന്നാമത്തെ ഫിലിമായിട്ട് നമുക്കിവിടെ പരിഗണിക്കേണ്ടത് 1913 രാജ ഹരിശ്ചന്ദ്രയാണ് അല്ലെ. ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ അവാർഡിന് പോലും കാരണമായിട്ടുള്ള ഇന്ത്യൻ മൂവി ഹിസ്റ്ററിയുടെ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം സൈലന്റ് മൂവിയാണ്, നിശബ്ദ ചിത്രമാണ് ആക്ച്വലി. ഓക്കെ, നമ്മൾ ഇന്ന് ഈ കാണുന്നിരിക്കുന്ന ഒരു ഡയലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആദ്യത്തെ മൂവി ഏതാണ്? 1913 രാജ ഹരിശ്ചന്ദ്രയാണ്. ദാദാസാഹിബ് ഫാൽക്കെ ആണ് അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ പിൽക്കാലങ്ങൾ നമുക്കറിയാം, ഇപ്പോൾ പോലും ഈ പറഞ്ഞിരിക്കുന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മേജർ അവാർഡായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ 1913 ഇന്ത്യയുടെ ആദ്യത്തെ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ആൻഡ് ദെൻ സൈലന്റ് മൂവിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. തൊട്ടടുത്ത മൈൽ സ്റ്റോൺ വരുന്നത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 1913 തിരിച്ചിട്ടാൽ മതി, 1931 ആണ്. ഹലം ആറാം. ഓക്കെ, ഇറാനി ഡയറക്ട് ചെയ്ത മൂവിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ട് മൂവിയാണ്. ഓക്കെ, ടോക്കി എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും. ദ ഫസ്റ്റ് ടോക്കിംഗ് മൂവി. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സ്ക്രീൻ പ്ലേയും ഡയലോഗുകൾ ഒരു ആദ്യത്തെ മൂവി എന്ന രീതിയിലേക്ക് നമുക്കിവിടെ പറയാവുന്ന ഏതാണ്? അലം ആറാണ്. കേട്ടിരുന്ന ഓർത്തണം, ഡയറക്ടറുടെ പേര് ഓർത്തിരിക്കുക, ഇറാനിയാണെന്നുള്ളതാണ്. ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ഈ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇയേഴ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതുപോലെ 2 ക്വസ്റ്റ്യൻ
കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ടൈമിലും ചോദിച്ചിട്ടുണ്ട്, എല്ലാ ഷിഫ്റ്റുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആർക്കും ശരിയാക്കാൻ പറ്റുന്നതാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് എക്സാം വരാൻ പോകുന്നതുകൊണ്ട് തന്നെ ആദ്യ ഷിഫ്റ്റുകൾ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ മോഡലിൽ നിന്ന് പെട്ടെന്ന് പഠിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഫോമിനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ മൈൽ സ്റ്റോൺ നമ്മൾ മൂന്നാമത് പഠിക്കുന്നത് 1943 കിസ്മത്ത് ആണ്. ഓക്കെ, മുഖർജിയാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്ന രീതിയിലേക്ക് അറിയപ്പെടുന്ന മൂവിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കിസ്മത്ത്. അപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല ഒരു മൂവി ഏതായിരുന്നു, സൂപ്പർ ഹിറ്റ് ആണോ ഡ്യൂപ്പർ ഹിറ്റ് ആണെന്ന് രീതിയിൽ. അപ്പൊ ഇന്ത്യൻ മൂവി ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്ന രീതിയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത് 43 കിസ്മത്ത്. ഗ്യാൻ മുഖർജിയാണ് ഇതിന്റെ ഡയറക്ടർ, നോട്ട് ചെയ്തോളൂ. പിന്നീട് ഇനി പറയാൻ പോകുന്ന പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റീസെന്റ് നടന്നിരിക്കുന്ന മിക്ക ഷിഫ്റ്റുകളിലും ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1955 ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ബെഞ്ച് മാർക്ക് ഫിലിം എന്ന് നമുക്ക് പറയാവുന്ന പതേർ പാഞ്ചാലി. സത്യജിത് റായ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൂവിയൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതൊരു ആളും അറിഞ്ഞിരിക്കുന്ന ഡിസ്കസ് ചെയ്യപ്പെടുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ആരാണ്, സത്യജിത് റായ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ 55 ബംഗാളി മൂവിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പതേർ പാഞ്ചാലി എന്നുള്ളത്. ഇന്ത്യൻ മൂവി ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ബെഞ്ച് മാർക്ക്, ക്ലാസിക് ബെഞ്ച് മാർക്ക് എന്ന രീതിയിലേക്ക് നമുക്ക് പറയാവുന്ന പടമാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് പതേർ പാഞ്ചാലി. ഒരു കാര്യം മനസ്സിലാക്കുക, UGCയുടെ മിക്ക ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യനിലും ഏതിന്റെ റെഫറൻസ് ഉണ്ടായിരുന്നു, പതേർ പാഞ്ചാലിയുടെ റെഫറൻസ് ഉണ്ടായിരുന്നു. ഇയർ ഓർത്തിരിക്കുക 1955 ആണെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഒരു ഇന്ത്യൻ ഫിലിമിന് ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടി ആദ്യത്തെ പടമാണ്. ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടി, അതായത് ഇന്ത്യൻ മൂവീസ് ഇന്ത്യക്ക് പുറത്തേക്ക് അറിയപ്പെട്ട് തുടങ്ങുന്നത് ഏത് മുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ബെഞ്ച് മാർക്കേ ഉള്ളത് ഏതാണ്, പതേർ പാഞ്ചാലി ആണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സമാന്തര മൂവികളില്ലേ, ഈ അവാർഡ് വിന്നിംഗ് മൂവികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടില്ല, പാരലൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയും ബേസിക്കലി. അപ്പം പാരലൽ സിനിമാസിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ്, 1955 പതേർ പാഞ്ചാലി ഓൺവേർഡ്സ് ആണെന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കി വെക്കുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഇയർ ഓർത്തിരിക്കുക. പതേർ പാഞ്ചാലി ബംഗാളി നോവലാണ്, നോവലിനെ ബേസ് ചെയ്തുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂവി എന്ന് പറഞ്ഞിരിക്കുന്ന. ഡയറക്ടർ പേര് ഓർത്തിരിക്കുക, സത്യജിത് റായ് ആണ്. പിന്നീട് ഇദ്ദേഹത്തിന് ലൈഫ് ടൈം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് അക്കാദമി അവാർഡ് പോലും കിട്ടിയിട്ടുണ്ട് 92 എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക, സത്യജിത് റായ്ക്ക് എന്നുള്ളതാണ്. ആൻഡ് ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ബെഞ്ച് മാർക്ക് മൂവി 57 ഏതാണ്, മദർ ഇന്ത്യ ആണ്. മെഹബൂബ് ഖാൻ ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഫോറിൻ ഫിലിം കാറ്റഗറിയിൽ ആദ്യമായിട്ട് അക്കാദമി അവാർഡ് വേണ്ടി, ഓസ്കാറിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഫിലിമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ലഗാൻ പോലുള്ള മൂവീസ് ഒക്കെ പല സമയങ്ങളിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടുണ്ടെങ്കിലും അവാർഡ് വിൻ ചെയ്തിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഫോറിൻ ഫിലിം കാറ്റഗറിയിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന പടം അക്കാദമി അവാർഡിന് വേണ്ടി അതേതാണ്, മദർ ഇന്ത്യ ആണ്. ഓർത്തിരുന്നോണെ, 1957 ആണ്. 1957 മദർ ഇന്ത്യ ആണ്. മെഹബൂബ് ഖാൻ ആണ് ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അക്കാദമി അവാർഡിന് വേണ്ടി ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യപ്പെടുന്ന, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ഫിലിം ഏത്, ഒറ്റ ആൻസറേ ഉള്ളൂ, മദർ ഇന്ത്യ ആണ്. പിന്നീട് ലഗാനൊക്കെ 2001 വരുന്നുണ്ട്, നമുക്കത് നോക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഒന്നും നിങ്ങൾ എക്സാമിന് മുമ്പ് നോക്കണം. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതുവരെയുള്ള എല്ലാ ഷിഫ്റ്റുകളിലും ക്വസ്റ്റൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ക്രോണോളജിക്കൽ ഓർഡറിലെ മൈൽ സ്റ്റോൺസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് 1960 ആണ്. ഓക്കെ, അതായത് മുഗളി അസം എന്ന് പറയുന്ന കെ ആസിഫിന്റെ മൂവിയാണ്. ഓക്കെ, മുഗളി അസം എന്ന് പറയുന്നത് അതായത് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിൽപ്പെട്ട പുതിയ ടെക്നോളജികളും കാര്യങ്ങളും യൂസ് ചെയ്ത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആ ഒരു ടെക്നോളജിയുടെ ഒരു കടന്നുവരവ് എന്ന രീതിയിലേക്ക് നമുക്ക് പറയപ്പെടാവുന്ന ഒരു മൂവി പ്രൊഡക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന 1960s മുഗൾ അസം എന്ന് പറയുന്ന കെ ആസിഫിന്റെ മൂവി. ഓക്കെ, അപ്പൊ ടെക്നോളജിയിൽ നമ്മളെ സംബന്ധിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1960 ഓർത്തിരിക്കുക, മുഗളി അസമാണ്. ആൻഡ് ദെൻ പിന്നീട് റീസെന്റ് ആയിട്ട് ഇപ്പൊ നടന്നിരിക്കുന്ന എല്ലാ ഷിഫ്റ്റുകളിലും മെൻഷനിങ് ഉണ്ടായിരുന്ന മൂവിയുടെ പേര് ഞാൻ പറയുന്നത് 1975 ഏതാ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ കൾട്ട് ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഷോളെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ടായിരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന കൊമേഴ്സിന്റെ ഷിഫ്റ്റിലടക്കം ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്, ഷോളയെ കുറിച്ചുള്ള മെൻഷനിങ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നതാണ്. ചോദിക്കാനുള്ള ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, 75 മൂവി റിലീസ് ആവുന്നത്. ഓക്കെ, 2000 ആകുമ്പോൾ 25 ഇയേഴ്സ് ആയി, 2025 50 ഇയേഴ്സ് ആയി. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇന്ത്യയുടെ ആദ്യത്തെ കൾട്ട് ക്ലാസിക് ബ്ലോക്ക് ബസ്റ്ററിന് 50 ഇയേഴ്സ് വന്നിരിക്കുന്നു എന്നൊരു ബേസിലായിരിക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ക്രോണോളജിയിലും മാച്ച് ഓഫ് ഫോളോയിങ് ക്വസ്റ്റൻസിലും ഈ ഒരു ഇയർ അവിടെ വന്നിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളാം. 75 പടം റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, രമേഷ് സിപ്പി ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്ടർ പേരും അവിടെ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കട്ട് ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ, അതാണ് ഈ പറഞ്ഞ മൂവിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇന്ന് ഈ മൂവി റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് എത്രയായിട്ടുണ്ട്, 50 വർഷം തികഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ഇവിടുത്തെ ഒരു ബേസിക് റെഫറൻസ് മൈൽസ്റ്റോൺ ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് 1982 ആണ്. ഏത് മൂവിയാണ്, ഗാന്ധി. ഗാന്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ബയോപിക് തന്നെയാണ്. പക്ഷെ അതൊരു ഇന്ത്യൻ ആർട്ടിസ്റ്റ്, അതേപോലെ തന്നെ ഇന്ത്യൻ ടെക്നീഷ്യൻസ് അവരെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അല്ല, ഔട്ട്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ്. സംഡേർ ഈ പറഞ്ഞിരിക്കുന്ന
സം ഡോഗ് മില്യൺ ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഒരു പുറത്ത് വന്നേക്കുന്ന പടമാണ്. ഐ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കാറ്റഗറിയിൽ നമ്മൾ ഈ ഗാന്ധി ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ ഡയറക്ഷൻ റിച്ചാർഡ് ആണ് ചെയ്തിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ബയോഗ്രഫി ആണ് എന്ന് മാത്രമല്ല 8 ഓസ്കാർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന് നമുക്ക് 8 ഓസ്കാർ അവാർഡ്സ്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക, ഇത് ഇന്ത്യൻ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാം ചേർന്ന് നമ്മൾ നടത്തുന്ന ഒരു പടമാണ് എന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ബട്ട് ഇന്ത്യൻ മൂവിക്ക് ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് കിട്ടുന്ന ഈ മൂവിക്കാണ് 1982 8 അക്കാദമി അവാർഡ്സ് വിൻ ചെയ്തിട്ടുണ്ട് ഗാന്ധി എന്ന് പറയുന്ന മൂവി. പക്ഷെ ഓർക്ക, ഡയറക്ടർ പേര് റിച്ചാർഡ് ആണ്. ആൻഡ് ദെൻ പ്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ അല്ല, ഔട്ട്സൈഡ് ആണ് ഈ കമ്പനി എന്തിരിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നതും അസോസിയേറ്റ് ചെയ്യുന്നതും എല്ലാം എന്താണ്, ഇന്ത്യൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ 90s നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മണിരത്നം പോലുള്ള ആൾക്കാരുടെ എമർജൻസ്, അതുതന്നെയല്ല മ്യൂസിക് റിലേറ്റഡ് മൂവീസിന്റെ ഒരു വലിയൊരു കുതിച്ചുകയറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് 90s എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ നാഷണലിസം ബേസ് ചെയ്ത മൂവീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന 92 എമർജൻസിലാണെന്നുള്ളതാണ്. പിന്നീട് 1995 ആണ് നമ്മളെ സംബന്ധിച്ച് എന്ത് പറയാൻ സാധിക്കുന്നത്, ഒരു മൈൽ സ്റ്റോൺ ഇയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് റണ്ണിംഗ് ഫിലിം ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിയേറ്റർ റൺ കിട്ടിയിരിക്കുന്ന മൂവിയാണ്. ഇയർ ഓർത്തിരിക്കുക 1995 എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് 2001 വീണ്ടും ഏതാ പറയുന്നത് ഫോറിൻ ഫിലിം കാറ്റഗറിയിൽ ഒരു ഇന്ത്യൻ ഫിലിം നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അക്കാദമി അവാർഡിന് വേണ്ടി ഏതാണ്, ലഗാനാണ്. ആ സമയത്ത് ഒരു ക്ലാസിക് മൂവി എന്ന രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പറയാവുന്നതാണ്. പേട്രിയോട്ടിസം സ്പോർട്സും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വലിയ രീതിയിലേക്കുള്ള ഒരു മൂവി ആയിരുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി ക്രിക്കറ്റ് ആയിരുന്നു അവിടെ അതിന്റെ ഒരു തീമായിട്ട് അവരോട് പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഗാന്ധി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് 82 ഗാന്ധി അതേ കാറ്റഗറി വരുന്നതാണ് 2008 ഏത് സം ഡോഗ് മില്യനർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യക്ക് ഏതാ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അക്കാദമി അവാർഡ് വിൻ ചെയ്ത മൂവിയാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് സം ഡോഗ് മില്യനർ 2008 എന്നുള്ളതാണ്. 8 അവാർഡ്സ് നമുക്ക് കിട്ടിയിട്ടെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള അഭിമാനമായിട്ട് റസൂൽ പൂക്കട്ടി അടക്കം ആൻഡ് ദെൻ AR റഹ്മാൻ അടക്കമുള്ള ആൾക്കാർക്ക് അക്കാദമി അവാർഡ് വിൻ ചെയ്യുന്ന പടമാണ് ഈ പറയുന്നത് സ്ലം ഡോഗ് മില്യനർ. ഇയർ ഓർത്തിരിക്കണം 2008 ആണെന്നുള്ളതാണ്. 2008 ആണെന്നുള്ളതാണ്. പിന്നീട് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇന്ത്യൻ മൂവിയുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടാവുന്ന റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്ന പല ഫോംസിലും 2015 ബാഹുബലി ബിഗിനിങ് ആണ്. അപ്പൊ രാജമൗലിയുടെ ഏതാ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷനിൽ വന്നിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ഫിലിം കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന 2015 കൂടിയാണ്. VFM ടെക്നോളജി ഒക്കെ വേറൊരു റേഞ്ചിൽ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഞാനിവിടെ ആദ്യം നിങ്ങളോട് പറഞ്ഞ ഈ ഒരു പടമില്ലേ, അതായത് ഇവിടെ എടുത്തു നോക്കിയേ, നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള മൂവീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന സമയങ്ങളിൽ ഇത് കണ്ടോ, ടെക്നോളജിയുടെ കാര്യം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1960 ഒരു കൈൻഡ് ഓഫ് ഒരു ടെക്നോളജിക്കൽ ലീപ്പ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്ക് ആദ്യം കാണാൻ നമുക്ക് സാധിച്ച മുകളി അസംബ്ലി. അത് കഴിഞ്ഞതിന് ശേഷം ഏതാ പറയുന്നത് VFX ഒക്കെ ഫോറിൻ ഫിലിംസിൽ കാണുന്ന രീതിയിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ മൂവീസ് ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്കുള്ള ഇമ്പാക്ട് വരുന്ന പടമാണ് ഈ പറഞ്ഞിരിക്കുന്ന 2015 ഈ പറഞ്ഞിരിക്കുന്ന രാജമൗലിയുടെ ഡയറക്ടറുകൾ വരുന്നിരിക്കുന്ന ബാഹുബലി 1. ആൻഡ് ദെൻ പാൻ ഇന്ത്യൻ അപ്രോച്ച് ആദ്യമായിട്ട് വരുന്നു. VFXന്റെ ഒക്കെ യൂസേജ് വലിയ രീതിയിലേക്ക് വരുന്നതാണ് ഈ പടത്തിന്റെ ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു. റീസെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു. ക്രോണോളജിക്കൽ ഓർഡർ മാച്ച് ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസിലാണെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് നമുക്കറിയാം വീണ്ടും അക്കാദമി അവാർഡ് ഇന്ത്യയിലേക്ക് വരുന്നു 2022. ഓക്കെ, RRR വഴി രാജമൗലിയുടെ ഡയറക്ഷനിലാണ്. ആൻഡ് ദെൻ ഏതിനാണ് കീറവാനിക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന ഓസ്കാർ അവാർഡ് കിട്ടുന്നുണ്ട്, നാട്ടു സോങ്ങിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മൈൽ സ്റ്റോൺസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1913 സ്റ്റാർട്ട് ചെയ്യുന്ന രാജ ഹരിശ്ചന്ദ്ര മുതൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് കാരണമായിട്ടുള്ള ഫസ്റ്റ് ഫുൾ ലെങ്ത് ഇന്ത്യൻ മൂവി മുതൽ ഇങ്ങോട്ട് ഏതാ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് അക്കാദമി അവാർഡ് വിൻ ചെയ്ത് കിട്ടിയ ഒരു ഇന്റർനാഷണൽ ബ്ലോക്ക് ബസ്റ്റർ സക്സസ് എന്ന രീതിയിലേക്ക് ഇന്ത്യക്ക് പറയാൻ സാധിക്കുന്ന ഒരു മൂവിയായിട്ട് രാജമൗലിയുടെ RRR മാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതിൽ കിട്ടുന്ന രാജമൗലിക്കല്ല, മ്യൂസിക് ഡയറക്ടറാണ് കീറവാനിക്കാണ് കിട്ടുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈവൻ മലയാളം മൂവീസിലടക്കം മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ അദ്ദേഹം. ദേവരാഗം പോലുള്ള മൂവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹമാണ് അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കീറവാനി. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരുപാട് പ്രാവശ്യം ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന UGC ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഏരിയ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പതേർ പാഞ്ചാലി റെഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 2 ക്വസ്റ്റ്യൻ ആണ് മിനിമം എല്ലാ പേപ്പറുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളത്. 3 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച ഷിഫ്റ്റ് ഉണ്ടെന്നുള്ളത്. അതിൽ മജോറിറ്റി ഷിഫ്റ്റിലും മെൻഷൻ ചെയ്ത ഒരു ഏരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏതാണ്, പതേർ പാഞ്ചാലി എന്നുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെഫറൻസ്, ക്ലാസിക് റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് പരിഗണിക്കുന്ന മൂവിയാണ് ഇത്.
പതേർ പാഞ്ചാലി എന്ന് പറയുന്നത്. 55-ലാണ്, ബംഗാളി മൂവിയാണ്, സത്യജിത് റായ് ആണെന്നുള്ളതാണ്. ഓക്കെ, സോ ഈ മൂവി ഇൻഡസ്ട്രി ഒക്കെ സ്വപ്നം കാണുന്ന എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഈ പറഞ്ഞിരിക്കുന്ന സത്യജിത് റായ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ലൈഫ് ലോങ് കോൺട്രിബ്യൂഷൻസ് പരിഗണിച്ചുകൊണ്ട് പിന്നീട് അക്കാദമി അവാർഡൊക്കെ 92-ൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് ദെൻ മാച്ച് ഫോളോയിങ് ക്വസ്റ്റിനൊക്കെ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ബംഗാളിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പതേർ പാഞ്ചാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ് ഓഫ് ദി ലിറ്റിൽ റോഡ്, അതാണ് എന്റെ ട്രാൻസ്ലേഷൻ എന്ന രീതിയിലേക്ക് നമുക്കിവിടെ പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ പറഞ്ഞേക്ക് നോക്കി, ഡയറക്ടറുടെ പേര് നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിന്റെ ഡെബ്യൂ മൂവിയാണ്, ആദ്യത്തെ മൂവിയാണ്, സത്യജിത് റായുടെ ആദ്യത്തെ മൂവിയാണ് ഈ പറയുന്നത് പതേർ പാഞ്ചാലി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇതേതാണ് 1929 ബംഗാളി നോവലിനെ ബേസ് ചെയ്തിട്ടാണ് പതേർ പാഞ്ചാലി എന്ത് ചെയ്തിരിക്കുന്നത്, ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. വിഭൂതിഭൂഷന്റെ ആ പേര് ഓർത്തിരുന്നോടെ. വിഭൂതിഭൂഷന്റെ നോവലാണ് ഏതാണ്, പതേർ പാഞ്ചാലി എന്നുള്ളത്. അതിന്റെ സിനിമാറ്റിക് അഡാപ്റ്റേഷൻ ആണ് ഈ പറഞ്ഞ രീതിയിലേക്ക് 55-ൽ സത്യജിത് റായ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബംഗാളി മൂവിയാണ്, ഓക്കെ, ഹ്യൂമാനിസ്റ്റിക് ഡ്രാമയാണ് എന്ന് മാത്രമല്ല, ഇങ്ങനെ ഫിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ സെൻട്രൽ ക്യാരക്ടേഴ്സിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചതായതുകൊണ്ട് എല്ലാ പ്രാവശ്യം ഇത് ഓർക്കുക, ഈ അപ്പു എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പതേർ പാഞ്ചാലിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ആ മൂവിയുടെ എല്ലാ മൂവ്മെന്റ്സും നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ആ ഒരാളുടെ ഒരു ലൈഫ്, അതിന്റെ ഒരു മൂവ്മെന്റ്സ് ആൻഡ് തന്നെ എത്രത്തോളമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അഫക്ട് ചെയ്യുന്ന ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂവിയുടെ ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തിരിക്കുക. പതേർ പാഞ്ചാലി ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റീസെന്റ് എല്ലാ ടൈമിലും തന്നെ വന്നു, അത് എല്ലാ ഷിഫ്റ്റിലും തന്നെ വന്നു നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്യുന്നത്. 55-ലാണ് മൂവി റിലീസ് ആകുന്നത്. ആൻഡ് ദെൻ സത്യജിത് റായ് ആണ്. പക്ഷെ 29-ലെ ബംഗാളി തന്നെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആരുടെ, വിഭൂതിഭൂഷന്റെ ആ ഒരു കാര്യം അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തിരിക്കുക. ആൻഡ് ദെൻ സെൻട്രൽ ക്യാരക്ടറിന്റെ പേര് ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഇതൊരു സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ആണ്. പതേർ പാഞ്ചാലി എന്ന് പറയുന്നത് ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ത്യൻ മൂവിക്ക് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടുന്നത് എവിടെയാണ്, പതേർ പാഞ്ചാലി വഴിയാണെന്നുള്ളതാണ്. ഓക്കെ, ബെസ്റ്റ് ഹ്യൂമൻ ഡോക്യുമെന്റ് അവാർഡ് 56-ൽ കിട്ടുന്നുണ്ട് ക്യാൻ ഫെസ്റ്റിവലിൽ. നിങ്ങൾക്ക് അറിയാം ക്യാൻ ഫെസ്റ്റിവലിന്റെ ഇമ്പോർട്ടൻസ് മൂവി മേഖല എത്ര ഉള്ളതെന്ന് അറിയാം. അപ്പൊ ആദ്യത്തെ ക്യാൻ അവാർഡ് 56-ൽ ഏതിന് കിട്ടുന്നുണ്ട്, പതേർ പാഞ്ചാലി കിട്ടുന്നുണ്ട് എന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് നോൺ യൂറോപ്യൻ ഫിലിം, അതായത് യൂറോപ്യൻ ഫിലിം അവാർഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്, അതാണ് ബോധുൽ അവാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് 56-ൽ ബെസ്റ്റ് നോൺ യൂറോപ്യൻ ഫിലിമായിട്ട് ഏത് പരിഗണിക്കുന്നുണ്ട്, പതേർ പാഞ്ചാലി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യൻ ഫിലിം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്കായിട്ട്, ഒരു ക്ലാസിക് റെഫറൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് പതേർ പാഞ്ചാലി. ഓക്കെ, അതായത് പാരലൽ സിനിമകളുടെ ബിഗിനിങ് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഇന്ത്യൻ മൂവീസിന് ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടി തുടങ്ങിയത് എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ കണ്ടുവന്നിരുന്ന ഒരു വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറി മേക്കിംഗിൽ നിന്ന് വളരെ വളരെ നമുക്ക് എന്താ പറയുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള വളരെ സബിൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൂവി എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരു പറഞ്ഞിരിക്കുന്നത് ഏത് ഒരു ഫിലിം ലവർ എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ആരാണ്, സത്യജിത് റായ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ റൂറൽ ഇന്ത്യയുടെ വലിയ രീതിയിലേക്കുള്ള റെപ്രസെന്റേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ സമയത്ത് ഉണ്ടായിരുന്ന ബോളിവുഡ് മൂവീസിന്റെ ഒരു വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള മേക്കിംഗ് നിന്നും വളരെ വ്യക്തമായിട്ടുള്ള ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും പാരലൽ മൂവീസിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു കൾച്ചറൽ മൈൽ സ്റ്റോൺ ആയിട്ടും റെഫറൻസ് ആയിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന മൂവിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, അതാണ് പതേർ പാഞ്ചാലി. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റെഫറൻസ് ആയിട്ട് വന്നിരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് പതേർ പാഞ്ചാലി. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. 55 ആണ് അതിന്റെ ട്രാൻസ്ലേഷൻ മീനിങ് മനസ്സിലാക്കി വെക്കോളാം. ആൻഡ് ദെൻ സത്യജിത് റായുടെ പേരോടെ ഓർത്ത് വെക്കുക. നോവലായിരുന്നു, അതേതാണ് 2019-ലാണ്. അതിന്റെ ഓതറിന്റെ പേര് കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തിരിക്കുക കേട്ടോ, വിഭൂതിഭൂഷൺ. ആൻഡ് ദെൻ ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ ക്യാരക്ടറിന്റെ പേര് ഓർത്തിരിക്കുക. ആൻഡ് ദെൻ ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് ഈ ഒരു മൂവിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ നമുക്കവിടെ കിട്ടുന്നു. ആൻഡ് ദെൻ ക്യാൻ ഫെസ്റ്റിവൽ അവാർഡ് നമുക്കവിടെ കിട്ടുന്നു, ബോധുൽ അവാർഡ് നമുക്കവിടെ കിട്ടുന്നു. ആൻഡ് ദെൻ പാരൽ മൂവി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചലനം ഉണ്ടാക്കിയ ഇന്ത്യൻ മൂവിയായിട്ട് നമുക്ക് പറയാവുന്നതാണ് അത് പതേർ പാഞ്ചാലി. അപ്പം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവസാനം എക്സാം വരുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പോയ ആൾക്കാർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന യാതൊരു ധാരണയില്ലായിരുന്നു, അതുകൊണ്ട് ആരും നോക്കിയിട്ടില്ല. ഞാനിതൊന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു, കാരണം ഒരു ടൈമിന് മാത്രം ചോദിച്ചാണോ അതോ എല്ലാ സബ്ജക്റ്റുകൾക്കും ഇത് ഉണ്ടോ എന്നുള്ളത് ഞാൻ റെഫറൻസിന് വേണ്ടി എടുക്കുമായിരുന്നു. ഉണ്ട്, 2 ക്വസ്റ്റ്യൻ എല്ലാ ടൈമിലും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതാ പറഞ്ഞിരിക്കുന്നത്, എല്ലാ സബ്ജക്റ്റുകൾക്കും മിനിമം 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻ കയറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയിക്കോളാം. എന്ന് മാത്രമല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ഒരുപാട് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എന്താണ് ചോദിക്കില്ല, ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രമേ ബേസിക് ആയിട്ടുള്ള അവയർനെസ് തന്നിരിക്കും. അത് എപ്പോഴും അങ്ങനെയാണ്. സിലബസിലൊക്കെ ഒരു ചേഞ്ച് വന്ന ആദ്യമായിട്ട് ഏരിയ ക്വസ്റ്റ്യൻ ചോദിക്കും, ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ കാലാകാലങ്ങളായിട്ട് UPSC ഒക്കെ റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് അതേപോലെ പഠിച്ചിട്ട് പോയിക്കോളാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രത്തോളം ഇൻഫർമേഷൻ നോട്ട് ചെയ്തില്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. കേട്ടോണ്ടിരുന്നോണ്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ കിട്ടും, 100% ഷുവറാണ്, ക്വസ്റ്റ്യൻ കിട്ടും, പഠിച്ചിട്ട് പോയിക്കോളാം. നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുന്നില്ലേ? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. യെസ്, ഹിയർ വി ഗോ. സി,
പിന്നീട് ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിലിം ഇൻഡസ്ട്രി നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന കളർ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി പ്രൊഡ്യൂസ്ഡ്, അത് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത കളർ ഫിലിം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, കിസാൻ കന്യാണ്. 1937 കിസാൻ കന്യാണ്. മോട്ടി ബി കിഡ്വാനിയുടെ പടമാണ് ആക്ച്വലി. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഓർത്തിരിക്കുക, ഹിന്ദി മൂവി ആണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ജർമ്മൻ ടെക്നോളജിയാണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കളർ മൂവീസിന്റെ ഏറ്റവും ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിനി കളർ എന്ന് പറഞ്ഞിരിക്കുന്ന ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ എന്താണ്? ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ കളർ മൂവി, ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത, അതായത് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ കളർ മൂവി ഏതാണ്? 1937 കിസാൻ കന്യാണെന്നുള്ളതാണ്. ഡയറക്ടർ പേരോട് ഓർത്തിരിക്കുക, മോട്ടി ബി കിഡ്വാനിയാണ്. ആൻഡ് ദെൻ എന്ന് മാത്രമല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്? ജർമ്മൻ ടെക്നോളജിയാണ്. ആൻഡ് ദെൻ ഏറ്റവും ബേസിൽ കളർ ടെക്നോളജിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സിനി കളർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും ബേസിൽ, അതായത് ഒരു മൂവിയൊക്കെ കളർ ഗ്രേഡിയന്റിലേക്ക് വരുന്നതിനും ഏറ്റവും ആദ്യം പരിഗണിക്കാവുന്ന ദ ബേസ് വെർഷൻ. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ഷൻ നമ്മളോട് നടത്തിയിരുന്നത്. അപ്പൊ പടത്തിന്റെ പേര് ഓർത്തിരിക്കുക, ഇൻഡിജിനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ കളർ മൂവി ഏതാണ്? കിസാൻ കന്യാണ്. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തല്ലോ അല്ലെ? അടുത്ത പോയിന്റിലേക്ക് പോവാണെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പൊക്കോണം. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, 100% ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. കാരണം മുൻകാലങ്ങളിൽ അവർക്കത് അറിയില്ലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആദ്യത്തെ ഷിഫ്റ്റിൽ അപ്പിയർ ചെയ്ത ആൾക്കാർക്ക്. നമുക്കിപ്പോൾ ഇത് അറിയാം, അതുകൊണ്ട് നമ്മൾ റെഫർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ശരിയാക്കാൻ സാധിക്കും. 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് സിലബസ് പോർഷൻ ആണ്, സിലബസ് അപ്ഡേഷൻ ഉണ്ടോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഇല്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് വളരെ ജെനുവിൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മാറ്റം. വേറെ ഒരു കാര്യം നമ്മുടെ എന്ത് ചെയ്യുന്നില്ല, ചെക്ക് ചെയ്യുന്നില്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കളർ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മൈൽ സ്റ്റോൺസ് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പടം നമ്മൾ കണ്ടതാണ് 1937 കിസാൻ കന്യാണ് അല്ലെ? ഓക്കെ, കിസാൻ കന്യാണ്. ആൻഡ് ദെൻ സിനി കളർ പ്രോസസ് ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നതാണ്. രണ്ടാമത്തെ പടമായിട്ട് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത് 1953 1953 ജാൻസി കി റാണിയാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെക്കി കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന 4K റെസൊല്യൂഷൻ അങ്ങനത്തെ ഏറ്റവും വലിയ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യില്ലേ, അതേപോലെ കളർ മൂവീസിലെ ആദ്യത്തെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആണ് നമുക്ക് ഇത് ഏത് ഡിസ്കസ് ചെയ്യപ്പെടാവുന്നത്? ഈ 1953 ടെക്കി കളർ യൂസ് ചെയ്യുന്ന പടമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ജാൻസി കി റാണി. അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആദ്യത്തെ കളർ മൂവി എന്ന് പറയുന്നത് 1937 കിസാൻ കന്യാണ്. ഓക്കെ, യൂസ് ചെയ്യുന്ന ജർമ്മൻ ടെക്നോളജിയാണ്, സിനി കളർ പ്രോസസ് ആണെന്നുള്ളതാണ്. എന്നാൽ അവിടെ ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ വരുന്ന 1953 ഏതാ പറയുന്നത് ടെക്കി കളർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് വെർഷൻ ഓഫ് കളർ ടോണിംഗ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ജാൻസി കി റാണിയിൽ നമുക്കവിടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പതേർ പാഞ്ചാലി എടുത്തേക്ക് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്യാൻ 1955 ഒരു ടോൺ മൂവി, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മളവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ കുറച്ചൊരു ടോൺഡ് വെർഷൻ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഫുള്ളി കളർ മൂവി എന്ന രീതിയിലേക്ക് നമുക്കത് പറയാൻ ഒരിക്കലും നമുക്കത് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 1960s ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട മുഗൾസി അസമില്ലേ, അവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള കളർ ഗ്രേഡിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നല്ല രീതിയിലേക്കുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടൊരു ഫോർമാറ്റ് നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ 82 പ്രധാനപ്പെട്ട ചേഞ്ച് വരുന്നത്. 75 റിലീസ് ചെയ്ത ഷോളെ 83 എന്ത് ചെയ്തിട്ടുണ്ട്? റീമാസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മൂവീസ് ഒക്കെ റീമാസ്റ്റർ ചെയ്ത് വരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് മൂവീസ് ഇപ്പൊ റീസെന്റ് മലയാളത്തിലാണെങ്കിൽ പോലും പഴയ ക്ലാസിക് മൂവീസ് റീമാസ്റ്റർ ചെയ്ത് പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് നല്ല ക്ലാരിറ്റിയോട് വരുന്നുണ്ടെന്നാണ്. അപ്പൊ ഈ റീമാസ്റ്ററിംഗിന്റെ ആദ്യത്തെ ഒരു ഫോർമാറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 82 75 റിലീസ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ കൾട്ട് ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറിയ ഷോളെ 82 എന്ത് ചെയ്യുന്നുണ്ട്? റീറിലീസ് ചെയ്യുന്നുണ്ട്. ഏത് ഫോർമാറ്റിൽ? 3D റീറിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ റീമാസ്റ്ററിംഗിന് തുല്യമായിരുന്ന ഒരു 3D റീറിലീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യം അവിടെ ഓർത്തിരുന്നോളാം. 82 ഷോളെ എന്തുണ്ട്? റീറിലീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം കളർ ഗ്രേഡിംഗും അല്ലെങ്കിൽ 3D പോലുള്ള ടെക്നോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജിക്കലോടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. 37 ആദ്യത്തെ കളർ ഫിലിം അത് നമ്മൾ ഇൻഡിജിനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്. ടെക്നോളജി ജർമ്മൻ ആണ്. എന്നാൽ ബേസിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്, അതായത് ടെക്കി കളർ നമ്മൾ യൂസ് ചെയ്ത് ജാൻസി കി റാണിയിലാണ് 53 എന്നുള്ളതാണ്. പതേർ പാഞ്ചാലി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ്, പക്ഷേ ടോൺഡ് വെർഷൻ ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോങ് സീക്വൻസ് ഒക്കെ, അതായത് മുഗൾസി അസം എടുക്കുകയാണെങ്കിൽ സോങ് സീക്വൻസ് ഒക്കെ കളറിലായിരുന്നത്. ബാക്കിയുള്ള വെർഷൻസ് മൂവിയുടെ എന്തായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, 2004 ആ മൂവി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന മുഗൾസി അസം റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് 2004 റീമാസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഏറ്റവും ഫുൾ കളർ ഫോർമാറ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പം 60 മുഗൾസി അസം എന്ന മൂവി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ മൂവി മജോറിറ്റി ഏരിയയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. സോങ് സീക്വൻസുകൾ മാത്രം കളറിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. 2004 എന്ത് ചെയ്തിട്ടുണ്ട്? റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കളറിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളർ മൂവിയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുന്നുള്ളത്. ഇനി നമുക്ക് അവാർഡുകളാണ് നമുക്ക് അവിടെ നോക്കേണ്ടത് എന്നുള്ളതാണ്.
അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോകാം. അടുത്ത് നമുക്ക് ഇവിടുത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മൈൽ സ്റ്റോൺസും ഇതേപോലെയുള്ള ഹിസ്റ്ററിയും നോക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏത് പറഞ്ഞിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അവാർഡുകൾ, അവാർഡ് വിന്നിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഏരിയാസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കേണ്ടത്. അപ്പൊ നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഹിയർ വി ഗോ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സി അക്കാദമി അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓസ്കാർ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോകുന്നതാണ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ എടുത്ത് നോക്കുക. അതായത് പഴയ ഫോംസ് നമ്മൾ പറയുമ്പോൾ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം അല്ലെങ്കിൽ പുതിയ അക്കാദമി അവാർഡ്സ് എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള മൂന്നേ ഇന്ത്യൻ മൂവിയുള്ളൂ. അപ്പൊ എന്താണ്, മൂന്നേ ഇന്ത്യൻ മൂവിയാണ് ഈ കാറ്റഗറിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഒന്നിനും അവാർഡ് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വരും എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട മൂവീസ്, അതായത് ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം കാറ്റഗറിയിൽ, അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഫോർമാറ്റിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള ഇന്ത്യൻ ഫിലിംസ് ഏതൊക്കെയാണ്? 3 മാത്രമാണ് ഉള്ളത്. ഏതാണ്? 57-ലെ മദർ ഇന്ത്യ, 57-ലെ മദർ ഇന്ത്യ മെഹബൂബ് ഖാന്റെ, ആൻഡ് ദെൻ പിന്നീട് 88-ലെ സലാം ബോംബെ. ഏതാണ്? സലാം ബോംബെ. ഓക്കെ, മീര നായർ മൂവിയാണ്. ആൻഡ് ദെൻ പിന്നീട് 2001-ലെ ലഗാൻ, അമീർ ഖാൻ മൂവിയാണ് ലഗാൻ. എല്ലാവരും അറിയായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അശുതോഷ് ആണ് ഇതിന്റെ ഡയറക്ടറായിട്ട് നമുക്കവിടെ പറയാവുന്നത്. ഈ 3 മൂവിയും നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ, അവാർഡ് വിൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്, ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഫോർമാറ്റിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള 3 ഇന്ത്യൻ മൂവീസ് ഏത്? ഇത് മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 57-ലെ മദർ ഇന്ത്യ, 88-ലെ സലാം ബോംബെ, ആൻഡ് ദെൻ 2001-ലെ ലഗാൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓർഡർ കേട്ടാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പമാണ്. ആക്ച്വലി ഏറ്റവും അവസാനത്തെ ലഗാനാണ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. മദർ അല്ലെ, നമ്മളൊക്കെ ഏറ്റവും ആദ്യമായിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് വിളിച്ചു തുടങ്ങുന്ന വാക്ക് എന്താണ്? അമ്മ എന്നുള്ളതാണ് ബേസിക്കലി. അപ്പോൾ ഏതാ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഈ പറഞ്ഞിരിക്കുന്ന അവാർഡിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെട്ട മൂവി ഏതാണ്? മദർ ഇന്ത്യയാണ്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഓർത്തിരിക്കാവുന്ന രീതിയിലേക്കാണ് ഞാൻ അവിടെ പറഞ്ഞത്. മിഡിൽ നിങ്ങൾ എന്ത് ബേസ് ചെയ്യാൻ മതി? സലാം ബോംബെ നിങ്ങളുടെ ബേസ് ചെയ്താൽ മതി. അപ്പൊ നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള മൂവീസ് ആണ്, പക്ഷെ ഒരിക്കലും അവാർഡ് അത് വിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മളവിടെ വരുവാണ്. ഏതാ പറഞ്ഞിരിക്കുന്നത്? സി ഓസ്കാർ അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ആരൊക്കെയാണ് നമുക്കവിടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ആള് ബാനു അദേയാണ് കേട്ടോ. ഓക്കെ, അതായത് ഗാന്ധി എന്ന് പറയുന്ന ഭൂമിക്ക് നമ്മൾ കണ്ടിരുന്നതാണ് 8 ഓസ്കാർ അവാർഡ്സ് കിട്ടിയിരുന്നു. ഇന്ത്യൻ പ്രൊഡക്ഷൻ അല്ല, പക്ഷെ ഇന്ത്യൻ ടെക്നീഷ്യൻസ് ആണ് അവിടെ അസോസിയേറ്റ്. ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ, അതാണ്. അപ്പൊ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു അക്കാദമി അവാർഡ് കിട്ടുന്ന കോസ്റ്റ്യൂം ഡിസൈൻ ആണ് ആക്ച്വലി. ഓക്കെ, കോസ്റ്റ്യൂം ഡിസൈൻ ആണ്. ഓക്കെ, സി മലയാള ഫിലിം ഇൻഡസ്ട്രി നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ദ്രൻസിനെ പോലുള്ള ആളൊക്കെ ഇല്ല, അദ്ദേഹം ആദ്യമായിട്ട് മൂവി ഫിലിം മേഖലയിലേക്ക് കടന്നു വരുന്നത് ഈ കോസ്റ്റ്യൂം ഡിസൈനിങ് വഴിയാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ആക്ടിംഗ് മേഖലയിലേക്ക് അദ്ദേഹം അവിടെ കടന്നു വരുന്നത്. അപ്പൊ ബാനു ഇദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഓസ്കാർ അവാർഡ് വിൻ ചെയ്ത ആർട്ടിസ്റ്റ്. ഏത് മേഖലയിലാണ്? ഫിലിം ഇൻഡസ്ട്രിയിലെ കോസ്റ്റ്യൂം ഡിസൈനിലാണ്. മൂവി ഏതാണ്? ഗാന്ധി ആണെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യക്ക് ഒരു അക്കാദമി അവാർഡ് കിട്ടാനായിട്ട്. 2009 അതും ഇന്ത്യൻ മൂവി അല്ല കേട്ടോ, ഇന്ത്യക്ക് പുറത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഈ പറഞ്ഞ രീതിയിലേക്കുള്ള മൂവിയാണ് സം ഡോഗ് മില്ലർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, AR റഹ്മാനും റസൂൽ പൂക്കട്ടിയും അതുപോലെ തന്നെ ഗുൽസാർ, ഈ 3 പേർക്കും ഏതാ പറഞ്ഞിരിക്കുന്നത് ഓസ്കാർ അവാർഡ് കിട്ടുന്ന വർഷമാണ് 2009 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3ഉം ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മൂവി ഏതാണ്? സം ഡോഗ് മില്ലിയനർ ആണ്. 2009 മൂവി 2008 അവാർഡ് കിട്ടുന്നത് 2009 അപ്പൊ AR റഹ്മാൻ മലയാളിയാണ്, റസൂൽ പൂക്കുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻഡ് ദെൻ പിന്നെ ഏതാണ്? ഗുൽസാർ. ഈ 3 പേർക്കും ഓസ്കാർ അവാർഡ് കിട്ടുന്നുണ്ട് 2009 2008 മൂവിക്ക് എന്നുള്ളതാണ്. പിന്നീട് നമുക്കൊരു ഓസ്കാർ കിട്ടും, നമുക്കറിയാം 2022 RRR വഴിയാണ്. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്? 2023 അവാർഡ് കിട്ടുന്നത്. ആർക്കാണ്? കീറവാണി ആൻഡ് ദി ചന്ദ്രബോസിനാണ്. ഏതാണ് കാറ്റഗറി എന്ന് പറയുന്നത്? ബെസ്റ്റ് ഒറിജിനൽ സോങ് ആണ് കാറ്റഗറി എന്ന് പറയുന്നത്. ബെസ്റ്റ് ഒറിജിനൽ സോങ് കേട്ടോ. നാട്ടു എന്ന് പറയുന്ന സോങ്ങിന് ബെസ്റ്റ് ഒറിജിനൽ സോങ് ആണെന്നുള്ളതാണ്. സി ഈ കീറവാണി എന്നുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് പല ആൾക്കാർക്കും നാട്ട് എന്ന് പറയുന്ന ഒരു ടപ്പാങ്കുത്ത് പാട്ടിനെ മാത്രം ബേസ് അല്ല. ഇദ്ദേഹത്തിന്റെ ഒരു ഏതാ പറഞ്ഞിരിക്കുന്നത് ഒരു എത്രത്തോളം ടാലന്റ് ആണെന്ന് അറിയുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പോലും ഒരുപാട് മ്യൂസിക് ഉണ്ട് ഇദ്ദേഹത്തിന്റെ ബേസിക്കലി. ഓക്കെ, ദേവരാഗത്തിലെ ആ മ്യൂസിക് ഒക്കെ എടുത്തു നോക്കുക. ബേസിക്കലി അതെല്ലാം ഇദ്ദേഹം ചെയ്തിരിക്കുന്നതാണ്. മലയാളത്തിൽ പോലും വളരെ നല്ല മെലഡീസ് ആയിട്ടുള്ള മൂവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇദ്ദേഹത്തിന്റെ. പക്ഷേ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടിയത് ഏതിനു വേണ്ടിയാണ്? RRR വഴി എന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, പിന്നീട് നമുക്ക് അക്കാദമി അതേ വർഷം തന്നെ നിങ്ങൾ എല്ലാവരും ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിം വന്നിരുന്നു, ഷോർട്ട് ഫിലിം വന്നിരുന്നു. ഏതാണ്? എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഒരു ആനക്കുട്ടിയുടെ കഥ ഡിസ്കസ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ഗുനീത് മോംഗയും അതേപോലെ തന്നെ കാർത്തിക് കോൺസാവസും ആണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ അക്കാദമി അവാർഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. 83 ആദ്യമായിട്ട് ഗാന്ധി എന്ന് പറയുന്ന ഫിലിമിന് വേണ്ടി കോസ്റ്റ്യൂം ഡിസൈൻ ബാനുവിന് കിട്ടുന്നു. പിന്നീട് 2008 സം ഡോഗ് മില്ലിയനർ എന്ന
മൂവി എടുത്ത് കഴിയുമ്പോഴത്തേനും 2009 3 പേർക്ക് കിട്ടുന്നു. AR റഹ്മാനും ഗുൽസാർ മാൻഡൻ റസൂൽ പൂക്കട്ടിയും കിട്ടുന്നു. പിന്നീട് രാജമൗലിയുടെ പടത്തിലൂടെ 2023 ഏതാ പറഞ്ഞിരിക്കുന്നത് കീരവാനിക്കും അതേപോലെ തന്നെ ചന്ദ്രബോസിനും എന്ത് കിട്ടുന്നു, അവാർഡിലേക്ക് വരുന്നു. മ്യൂസിക് ആണ്, ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതേ വർഷം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എലഫന്റ് വിസ്പേസിന് ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമും അവാർഡും ഉണ്ടായിരുന്നു. ഈ രണ്ട് വ്യക്തികളുടെ പേരും കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ഇന്ത്യയുടെ അക്കാദമി വിന്നേഴ്സ്. ഓക്കെ, ഫിലിമിനെ ബേസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് എല്ലാ സ്റ്റാൻഡേർഡ് എക്സാംസിലും ഉണ്ട്. UPSC എക്സാംസ് ഒക്കെ പഴയ ചോദിച്ചിട്ട് ക്വസ്റ്റൻസ് ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ആണ് ആക്ച്വലി ബേസിക്കലി. അപ്പൊ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിഞ്ഞില്ല. ഇപ്പൊ ആദ്യമായിട്ട് ചോദിക്കുന്നതുകൊണ്ടായിരിക്കും ബേസിക്കലി ബേസ് ലെവലിൽ ക്വസ്റ്റൻസ് അവർ ചോദിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പം അക്കാദമി അവാർഡ്സിനെ ഒഴിച്ചെടുത്ത് നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ക്ലിയർ അല്ലേ? അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് അക്കാദമി അവാർഡ് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഇത് ഈ ഒരു ഫോമിലേക്ക് വന്നവിടെ എടുത്ത് നോക്കി. ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ഗാന്ധി 82 മൂവിയാണ്, ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ. റിച്ചാർഡ് ആണ് 8 അവാർഡ്സ് ഓസ്കാർ വിൻ ചെയ്യുന്നുണ്ട്. സ്ലം ഡോഗ് മില്ലർ 2008 ആണ്, ഡാനി ആണ്, ആൻഡ് ദെൻ 8 അവാർഡ്സ് വിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്, ഇന്റർനാഷണൽ ഇന്ത്യൻ മൂവീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലല്ല കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, ഇന്ത്യക്ക് ഔട്ട്സൈഡിലുള്ള കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും തീംസ് ആണെങ്കിലും എല്ലാം എന്താണ്, ഇന്ത്യൻ ആണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം സ്ലം ഡോഗ് മില്ലർ എടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് ആരാ, AR റഹ്മാനാണ്. ഓക്കെ, ആൻഡ് ദെൻ സൗണ്ട് മിക്സിംഗ് ആരാണ്, റസൂൽ പൂക്കട്ടി ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? പക്ഷേ ഈ മൂവിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതാ പറയുന്നത്, ഇന്ത്യക്ക് ഔട്ട്സൈഡ് ആണെന്നുള്ളതാണ്. അപ്പം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അക്കാദമിയോട് വിൻ ചെയ്തിട്ടുള്ള 2 മൂവിയും ഗാന്ധി ആണെങ്കിലും 82 2008 ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്, സ്ലം ഡോഗ് മില്ലർ ആണെങ്കിലും എക്സാക്ട്ലി ഏതാണ്, ബേസിക്കലി ഇത് ഇന്ത്യൻ മൂവി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ ആർട്ടിസ്റ്റ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ടെക്നീഷ്യൻസ് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് ഔട്ട്സൈഡ് ആണ്, ഡയറക്ടേഴ്സും ഇന്ത്യൻസ് അല്ല എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 1982 ഇവിടെ 2008 ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏത് വന്നിരിക്കുന്നത്, സ്ലം ഡോഗ് മില്ലർ അവിടെ വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല എടുത്തു നോക്കി 8 ഓസ്കാർ അവാർഡ്സ് വന്നിരിക്കുന്നത്. കണ്ടോ, 8ന്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കറക്റ്റായിട്ട് അവിടെ കാണാൻ സാധിക്കും. 82 8 ഓസ്കാർ അവാർഡ്സ്, 2008 8 ഓസ്കാർ അവാർഡ്സ്. ഒന്ന് ഓർത്തിരിക്കാണ്ട് അവിടെ ശ്രമിക്കുക എന്നുള്ളതാണ്. 2 മൂവിയും ബേസിക്കലി ഇന്ത്യൻ മൂവി അല്ല, പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരും ആരാണ്, ഇന്ത്യൻസ് ആണെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അക്കാദമി അവാർഡ്സിലെ വളരെ പ്രധാനപ്പെട്ട നോട്ടബിൾ അച്ചീവ്മെന്റ്സിലേക്ക് നമ്മുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് 92 ഹോണറി അക്കാദമി അവാർഡ് ആർക്ക് കിട്ടുന്നുണ്ട്, സത്യജിത് റായ്ക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, കറക്റ്റായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഓൾമോസ്റ്റ് ഏതാണ് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പൊ 92 ഹോണറി അക്കാദമി അവാർഡ് ആദ്യമായിട്ട് റിസീവ് ചെയ്യുന്ന ഇന്ത്യൻ ആരാണ്, സത്യജിത് റായ് ആണെന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് പല നോമിനേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഡോക്യുമെന്ററി നോമിനേറ്റഡ് ഫോർ ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റിംഗ് വിത്ത് ഫാറ്റ് 2022 പിന്നെ ഓൾ ദാറ്റ് ബ്രീസ് 2023 നോമിനേറ്റഡ് ഫോർ ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമാണ്. ആൻഡ് ദെൻ ടു കിൽ എ ടൈഗർ 2024 ആണ് കോ പ്രൊഡ്യൂസ്ഡ് ബൈ ദി കുനീത് ബോംബെ. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടാണ്. ഏതാണ് ഈ പറഞ്ഞ എലിഫന്റ് ബിസ്വേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കണ്ടോ, ഇത് ഇവിടെ വന്നിട്ടില്ല, ഇദ്ദേഹം തന്നെയാണ്. എലിഫന്റ് ബിസ്വേസുമായിട്ട് ബന്ധപ്പെട്ട് കുനീത് മോഹൻ തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് എങ്ങോട്ട് നമുക്കവിടെ പറയാൻ സാധിക്കുക. ടു കിൽ എ ടൈഗർ എന്ന് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്ററി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, കണക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ആക്ച്വലി. അപ്പൊ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ തന്നെ സത്യജിത് റായുടെ കാര്യം ഓർത്തിരിക്കുക. 1992 ഹോണറി അക്കാദമി അവാർഡ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. കാരണം കദേർ പാഞ്ചാലി ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പം വന്നിട്ടുള്ളതിന് മിക്ക ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കവിടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡുകളിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നാഷണൽ ഫിലിം അവാർഡ്. അപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നാഷണൽ ഫിലിം അവാർഡ് 2022 ഫിലിംസിനെ ബേസ് ചെയ്ത് 2024 ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ട് പറയാൻ സാധിക്കുന്ന മലയാള ഫിലിമാണ് ഏതാണ്, ആട്ടം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നാഷണൽ ഫിലിം അവാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 17th എഡിഷനാണ്. 2022 ഫിലിംസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. 2024 ആണ്. അപ്പൊ അവിടുത്തെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഏതാണ്, ആട്ടമാണ്, മലയാളം മൂവിയാണ്. ബെസ്റ്റ് പോപ്പുലർ ഫിലിം കാന്താരയാണ്, കന്നഡയാണ്. ഓക്കെ, ബെസ്റ്റ് ഡയറക്ടർ സൂരജ് ആർ ആണ്. ഓക്കെ, ആൻഡ് ദെൻ ബെസ്റ്റ് ആക്ടർ ഋഷഭ് ഷെട്ടിയാണ്, കാന്താരയിലെ ആക്ടിങ്ങിനാണെന്നുള്ളതാണ്. ഓക്കെ, ബെസ്റ്റ് ആക്ട്രസ് അവിടെ കൊടുത്തിട്ടുണ്ട് നിത്യ മേനനും, ആൻഡ് ദെൻ അതേപോലെ തന്നെ ആരാണ്, മാൻസി ഫ്ലെക്ക്. ഓക്കെ, ആ 2 പേരുകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് പവൻരാജ് മഹാൽഹോത്ര, ആൻഡ് ദെൻ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് നീന ഗുപ്ത. അപ്പൊ ഇത്രയും പേരുകൾ കറക്റ്റ് ആയിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നാഷണൽ ഫിലിം അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഫിലിം മലയാളം മൂവിയാണ്, ഓർത്തിരിക്കാം, ആട്ടം. ബെസ്റ്റ് പോപ്പുലർ ഫിലിം കാന്താരയാണ്. ബെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സൂരജ് ആർ ആണ്. ബെസ്റ്റ് ആക്ടർ ഋഷഭ് സിദ്ധിയാണ്. ആൻഡ് ദെൻ ബെസ്റ്റ് ആക്ട്രസ് നിത്യ മേനനാണ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് പവൻരാജ് മൽഹോത്രയാണ്. ആൻഡ് ദെൻ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് നീന ഗുപ്തയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഓർത്തിരിക്കുക. ക്ലിയർ? ഒന്ന് ഓർത്തിരുന്നാൽ മതി.
മതി, നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫിലിം. അപ്പോൾ ഓർത്തിരിക്കുക, 2022 റിലീസ് ചെയ്യപ്പെട്ട പടങ്ങൾക്കാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് നാഷണൽ അവാർഡ് വന്നിരിക്കുന്നത്. ആ സെറിമണി നടന്നിരിക്കുന്നത് 2024 ഇതാണ് ലേറ്റസ്റ്റ് എന്നുള്ളത്. ഇനി നമുക്ക് ഇതേ ഫോംസിലേക്ക് നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ ഏതാ പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം ഒന്നാമത്തെ ഇന്ത്യൻ മൂവിയുടെ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫോംസ് നമ്മൾ കണ്ടാണ് ദാദാ ഫാൽക്കെ. ഓക്കെ, അപ്പോൾ ദാദാ ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഉണ്ട്. അതിന് 2024 എഡിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ടറായിട്ട് വന്നിരിക്കുന്നത് ഷാരൂഖ് ഖാൻ ആണ്. ആൻഡ് ദെൻ ബെസ്റ്റ് ആക്ടറായിട്ട് വന്നിരിക്കുന്നത് നയൻതാരയാണ്. ആൻഡ് ദെൻ ബെസ്റ്റ് ഫിലിം ഏതാണ്, ജവാനാണ്. ആ ഒരു കാര്യം കൂടെ കറക്റ്റായിട്ട് അവിടെ നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള അവാർഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. ദാദാ ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് എടുത്തു കഴിഞ്ഞാൽ 2024 ഷാരൂഖ് ഖാനും നയൻതാരയാണ്, മൂവി ജവാനാണ്. ജസ്റ്റ് കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുക. അപ്പൊ അക്കാദമി അവാർഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട നാഷണൽ ഫിലിം അവാർഡാണ്. നാഷണൽ ഫിലിം അവാർഡിന് തൊട്ട് താഴെ വരുന്ന ഏതാണ്, ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡാണ്. അതിന്റെ റീസെന്റ് ആയിട്ടുള്ള റിസൾട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ്സ് ആണ്. ഓക്കെ, IAFA അവാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് 25th എഡിഷൻ ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഈ ജയ്പൂരിൽ വെച്ചാണ്, രാജസ്ഥാനാണ് ഈ പറയുന്ന മാർച്ചിലാണ് ഇത് കണ്ടക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ബെസ്റ്റ് ഫിലിം ലാപത്ത ലേഡീസ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഫിലിം ഏതാണ്, ലാപത്ത ലേഡീസ് ആണ്. ബെസ്റ്റ് ഡയറക്ടറും അതിന്റെ തന്നെ ഡയറക്ടറാണ് കിരൺ റാവു ആണ്. ബെസ്റ്റ് ആക്ട്രസും ആ പടത്തിൽ തന്നെയാണ് ഏതാ പറയുന്നത്, ഗോയൽ, നിതാഷിക് ഗോയൽ. ആൻഡ് ദെൻ ബെസ്റ്റ് ആക്ടർ ആയിട്ട് വന്നിരിക്കുന്ന കാർത്തിക് ആര്യനാണ്. ഭൂൽഭുലയ്യ 3 ഭൂൽഭുലയ്യ 3 ആണ് ആക്ച്വലി. ഓക്കെ, ഭൂൽഭുലയ്യ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ആൻഡ് ദെൻ സോ ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഏതാ പറഞ്ഞിരിക്കുന്നത്, IIFA 2025 25th എഡിഷൻ ഇന്റർനാഷണൽ ഫിലിം അക്കാദമി അവാർഡ്. ബെസ്റ്റ് ഫിലിം ലാപത്ത ലേഡീസ്, ബെസ്റ്റ് ഡയറക്ടർ അതിന്റെ തന്നെ കിരൺ റാവു. ഓക്കെ, ആൻഡ് ദെൻ ബെസ്റ്റ് ആക്ട്രസ് ഗോയൽ ആണ്. ആൻഡ് ദെൻ ബെസ്റ്റ് ആക്ടർ ആയിട്ട് വരുന്ന ആ മൂവിയിൽ നിന്നല്ല, കാർത്തിക് ആര്യനാണ്, ഭൂൽഭുലയ്യ 3 നിന്നാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ഫോർമാറ്റ് ആണ്. കളക്ഷൻ ബേസ് ചെയ്ത ഓർഡറുകളും കാര്യങ്ങളും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എന്തിനു വേണ്ടി ചോദിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളോട് നോക്കേണ്ട കാര്യമില്ല. ബേസിക്കലി ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെയും ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്റർനാഷണൽ ഫിലിംസ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ റിലീസ് ചെയ്യും, ഇവിടുന്ന് ഒരുപാട് കളക്ഷൻസ് നേടുകയുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്, ചൈനീസ് മൂവീസ് പോലും ഒരുപാട് ഇന്ത്യയിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സെയിൽ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ എടുത്ത് നോക്കുക, ചാക്കി ചാൻ മൂവീസ് ഒക്കെ ചൈനീസ് മൂവീസ് ആണ്. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ചലനം എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ മൂവീസിന് കഴിയുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഡൊമസ്റ്റിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഇപ്പോഴും വലിയ കാര്യമായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഒക്കെ കുറച്ചെങ്കിലും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ദംഗൽ പോലുള്ള മൂവീസ് ചൈനീസ് മാർക്കറ്റിൽ നിന്ന്, അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന RRR പോലുള്ള മൂവീസ് ഒക്കെയാണ്. അപ്പൊ ഒരു എക്കോണമിയുടെ ഇൻകം ഏണിംഗ് ആക്ടിവിറ്റി തന്നെയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലേക്ക് അത് മൂവി ഇൻഡസ്ട്രി എന്ന രീതിയിലേക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള വേൾഡ് വൈഡ് കളക്ഷൻസ് അതിന്റെ ഒരു ഫോംസിലേക്ക് അവർ മേ ബി ആ ഒരു കോൺടെസ്റ്റിലായിരിക്കും എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ടോപ്പ് 10 കളക്ഷൻ മൂവീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത് വേൾഡ് വൈഡ് ഗ്രോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ബംഗലാണ്. 2000 crore എബോ ഉണ്ടെന്നുള്ളതാണ്. തൊട്ട് താഴെ വരുന്ന ഏതാണ്, ബാഹുബലി 2 ആണ്. അപ്രോക്സിമേറ്റ്ലി ഈ പറഞ്ഞ രീതിയിലേക്ക് എത്രയാണ്, 1700 crores ആണ്. ആൻഡ് ദെൻ തേർഡ് പൊസിഷൻ ഈ പറഞ്ഞ രീതിയിലേക്ക് പുഷ്പ പാർട്ട് 2 അവിടെ വരുന്നത് എന്നുള്ളതാണ് വേൾഡ് വൈഡ് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ RRR ഫോർത്ത് പൊസിഷനിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1200 ആണ്. പിന്നീട് ഫിഫ്ത് പൊസിഷൻ വരുന്ന KGF ആണ്, ഏകദേശം ഒരു 1200 തന്നെയാണ്. ആൻഡ് ദെൻ ജവാൻ ഉണ്ട്, 1100 ഉണ്ട്. പത്താൻ ഉണ്ട്, 1100 ഉണ്ട് ഏകദേശം. ആൻഡ് ദെൻ കൽക്കി ഉണ്ട്, ഏകദേശം 1000 crores അവിടെ ഉണ്ട്. ആൻഡ് ദെൻ ബജ്രംഗി ഭായ്ജൻ ഏകദേശം ഒരു 900 crores അവിടെ ഉണ്ട്. ആൻഡ് ദെൻ ആനിമൽ ഏകദേശം ഒരു 900 crores അവിടെ ഉണ്ട്. ഇത് വേൾഡ് വൈഡ് കളക്ഷൻ ആണ്. അപ്പൊ ഈ രീതിയിലേക്ക് ബേസിക്കലി ചില ക്വസ്റ്റ്യൻസ് അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രം പരിഗണിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റാങ്കിങ് മാറും. എന്താണ്, ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രം കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു പല ട്രോളുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന രീതിയിലേക്ക്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ ഗ്രോസ് കളക്ഷൻ എടുത്തു കഴിയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ വരുന്നത് ദംഗലും ബാഹുബലിയും ആണ് 1, 2 സ്ഥാനത്ത് വരുന്നത്. എന്നാൽ ഇന്ത്യൻ കളക്ഷൻ മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. 2024 അനുസരിച്ച് ഏതാ പുഷ്പ 2 ഡൊമസ്റ്റിക്കലി ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത്. അതായത് ഇന്ത്യക്ക് പുറത്തെ കളക്ഷൻ നമ്മൾ ഒഴിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യക്ക് പുറത്തുള്ള ഗ്രോസ് കളക്ഷൻ നമ്മൾ മാറ്റി നിർത്തുന്നു. അതായത് ഇന്ത്യക്കുള്ളിലെ മാത്രം നെറ്റ് ബോക്സ് ഓഫീസ് ആണ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രമാണെങ്കിൽ അതിന്റെ റാങ്കി വരുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള പുഷ്പയാണ്. അപ്പോൾ ഔട്ട്സൈഡിലെ കളക്ഷനോടെ പരിഗണിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് ദംഗലിന് ഏറ്റവും കളക്ഷൻ കിട്ടി ചൈനീന്നാണ് ഇന്ത്യക്ക് പുറത്തുനിന്ന്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ മൂവിയായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നത്. തൊട്ട് താഴെ വന്നിരിക്കുന്നത് ബാഹുബലി 2 ആണ്. അതിനും ചൈന എന്നൊക്കെ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് കളക്ഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പുറത്തെ കളക്ഷൻ നമ്മൾ പരിഗണിക്കാത്ത ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ വരുന്ന ഏതാണ്, പുഷ്പയാണ്.
ഓക്കെ, അതുകൊണ്ടാണ് ആ റേഞ്ചിലേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്ന രീതിയിലേക്ക് പല സ്റ്റുഡൻസും ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ചില ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ. ആൻഡ് ദെൻ ടൂയിലേക്ക്, അതായത് സെക്കൻഡ് പൊസിഷൻ വരുന്ന ബാഹുബലി 2 തന്നെയാണ്, തേർഡ് പൊസിഷനിൽ KGF ആണ് വന്നിരിക്കുന്നത്, ആൻഡ് ദെൻ ഫോർത്ത് പൊസിഷനിൽ RR ആണ്, ആൻഡ് ദെൻ പിന്നെ കൽക്കി പോലുള്ള മൂവീസും സംഭവങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഏതാ പറഞ്ഞിരിക്കുന്നത് ഒരു കളക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻസും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കാണിച്ചു എന്നുള്ള കാര്യം മാത്രമേ അതവിടെ ഉള്ളൂ. എസ്പെഷ്യലി എന്തുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പുഷ്പ അവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നെറ്റ് കളക്ഷൻ എടുത്തിരിക്കുന്നത്. ഐ മീൻ ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രം എടുക്കുമ്പോൾ റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകൾ അത് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ രീതിയിലേക്ക്. ദങ്കലിന്റെ കളക്ഷനും ബാഹുബലി 2ന്റെ കളക്ഷനും അത് ഓവർകം ചെയ്യുന്നതിന്റെ ന്യൂസ് കാര്യങ്ങളും ഉണ്ടായിരിക്കും. മേ ബി അതിനെ ബേസ് ചെയ്ത് ചോദിച്ചായിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ എക്സ്പോർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ എനിവേ ഞാനിപ്പോ ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ട് വരണം. അതായത് ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്ത എക്സാംസിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ഏരിയയും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1913 രാജാ ഹരിശ്ചന്ദ്ര മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യൻ മൂവിയുടെ മൈൽ സ്റ്റോണ്, ഹിസ്റ്ററി, ആൻഡ് ദെൻ പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇന്ത്യൻ മൂവീസിലെ, ആൻഡ് ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, സത്യത്രായുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൻഡ് ദെൻ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് കളർ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അക്കാദമി അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഫോറിൻ ഫിലിം കാറ്റഗറി വരുന്ന ഫിലിംസ്, ആൻഡ് ദെൻ അതേപോലെ തന്നെ അക്കാദമി അവാർഡ് വിന്നേഴ്സിന്റെ ലിസ്റ്റ്, ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഔട്ട്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ മൂവീസ് എന്ന രീതിയിലേക്ക് നമുക്കത് പറയാൻ സാധിക്കുന്നത്, ആൻഡ് ദെൻ സത്യജിത് 92 അച്ചീവ്മെന്റ്സ്, ആൻഡ് ദെൻ പിന്നീട് നാഷണൽ ഫിലിം അവാർഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആക്ടറാണ്, ബെസ്റ്റ് ഫിലിം ഏതാണ്, പോപ്പുലർ ഫിലിം ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് അറിഞ്ഞിരിക്കുക. ദാദാ ഫാൽക്കെ അവാർഡ് എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് അവാർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്, ആൻഡ് ദെൻ അതേപോലെ തന്നെ ആക്ട്രസ് ആരാണ്, മൂവി ഏതാണെന്ന കാര്യങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം അക്കാദമി അവാർഡ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ലാപത്ത ലേഡീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫോർമാറ്റ് ആണ്. മേ ബി ക്വസ്റ്റൻ ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള 25th ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടെ കറക്റ്റ് അവിടെ നിന്ന് അറിഞ്ഞിരിക്കും. പക്ഷേ ബെസ്റ്റ് ആക്ടർ മാത്രം വന്നിരിക്കുന്ന ഭൂൽബുലയ്യ 3 നിന്നാണ് കാര്യങ്ങൾ അവിടെ ജസ്റ്റ് അവിടെ നോട്ട് വെക്കുക. ആൻഡ് ദെൻ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് കോൺടെസ്റ്റിനാണ് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ വേൾഡ് കളക്ഷനും അതേപോലെ തന്നെ ഏത് വന്നിരിക്കുന്ന ഡൊമസ്റ്റിക് കളക്ഷൻ നമ്മൾ ഡിഫറൻസ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എനിവേ ഇത് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട് പോവുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റൻ കിട്ടും. ഇതിൽ കൂടുതൽ അപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ ഈ എക്സാമിന് നോക്കേണ്ട കാര്യമില്ല, സമയം കളയേണ്ട കാര്യമില്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ അത് കറക്റ്റ് ആയിട്ടൊന്ന് റെഫർ ചെയ്തിട്ട് പോവുക, നിങ്ങൾക്ക് ക്വസ്റ്റൻ കിട്ടും. ഇതുവരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസിന്റെ എല്ലാ ഏരിയസും ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ UPSC പാറ്റേണൊക്കെ അനുസരിച്ച് ക്വസ്റ്റൻ ചോദിക്കാൻ സാധ്യതയുള്ള ബേസ് ഏരിയസ് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ചോദിക്കാം, പക്ഷേ ഇമ്മീഡിയറ്റ്ലി കാര്യം ചോദിക്കില്ല, കാരണം അവർ ചോദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ചോദിക്കാനുള്ള എന്തില്ല പോസിബിലിറ്റി നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ?